ഗുഡ് മോർണിംഗ്. ഇന്ന് ചൊവ്വാഴ്ച വെളുപ്പിനെ വിളക്കൊക്കെ വെച്ചു. കുട്ടു ട്രെയിനിന് ഹോൺ കൊടുത്ത് വിടുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ്റെ ഹോൺ വിളിയും ബഹളമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുക്കളയിലോട്ട് വന്നു. കുട്ടു അവിടെ തന്നെ ഇരിക്കുക. കുട്ടുവിന് ഇന്നലെ എന്തോ വയ്യായിരുന്നു. രാത്രി 2 പ്രാവശ്യം ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ നോക്കുമ്പോൾ. പിന്നെ ഞാനിന്ന് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മാവിനകത്ത് പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് കറിവേപ്പിലയൊക്കെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇഡ്ഡലിക്ക് കോരി ഒഴിച്ചു ആദ്യം. പിന്നെ ഒരു 3-4 ദോശ എനിക്കുണ്ടാക്കി. അച്ഛ വന്നിട്ടുള്ളതുകൊണ്ട് ഇഡ്ഡലിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ചെറിയ ബൗളിനകത്ത് ഒഴിച്ച് വെക്കുക ഞാൻ ചെയ്യുന്ന ഇഡ്ഡലിക്ക്. പിന്നെ ഒരു ചായ ഇട്ടു. ഇന്നലെ ആണെങ്കിൽ തീരെ വയ്യായിരുന്നു. പെടലിക്കൊക്കെ ഭയങ്കര നീരിറങ്ങി വേദനയും അനങ്ങാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഇന്ന് പിന്നെ ചോറിന് ഒരു ബീറ്റ്റൂട്ട് തോരനാണ് വെക്കുന്നത്. ബീറ്റ്റൂട്ട് അരിഞ്ഞ് അതിലേക്ക് നമ്മൾ പച്ചമുളകും തേങ്ങയും 3-4 കുരുമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും മുളക് പൊടിയും എല്ലാം ഉപ്പും എല്ലാം കൂടി ഇളക്കിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലോട്ടിട്ട് ഇളക്കും. ഒന്ന് വാടി വരുമ്പം ഒരു ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി അടച്ച് വയ്ക്കും. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പം അത് വെന്ത് കഴിയും. ഇത്തിരി വെള്ളം മതി, കാരണം ബീറ്റ്റൂട്ടിൽ നല്ലപോലെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബീറ്റ്റൂട്ട് തോരൻ റെഡിയായി. പിന്നെ പുളിശ്ശേരി ഇരിപ്പുണ്ട്, കറിവേപ്പിലപ്പൊടി ഇരിപ്പുണ്ട് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടി. എനിക്ക് ദോശ ഇട്ടു. അത് കഴിഞ്ഞ് കൊണ്ടുപോകാൻ വേണ്ടി ലഞ്ചൊക്കെ റെഡിയാക്കി. ചോറും കറിവേപ്പിലപ്പൊടിയും പുളിശ്ശേരിയും. ദോശയ്ക്ക് മല്ലിയില ചട്നിയും പിന്നെ ഇന്നലത്തെ കുറച്ച് കടലക്കറിയുണ്ട്. അപ്പം ഞാൻ ഇറങ്ങാൻ പോവാണ്. ടാറ്റ കൊടുത്തപ്പോഴത്തേക്കും കുട്ടു എൻ്റെ കൂടെ ഇറങ്ങി ഇങ്ങനെ വന്നു. വയ്യാത്തതുകൊണ്ടായിരിക്കും അവനെന്തോ ഒരു ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ. പാവം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.